നമുക്ക് ചട്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ചൂത്രത്തിലുണ്ടാക്കുന്നത്. നമ്മുടെ കൊച്ചുള്ളി നല്ല രീതിയിൽ വരണ്ട് നല്ല ഡ്രൈ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ക്ലിയർ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞുതരാം. അടുത്ത നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം സായിപ്പിനെയാണ്. സായിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളിയാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഇതിനകത്തേക്ക്. ഓക്കെ, നമ്മുടെ സായിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം വെളുത്തുള്ളി, ഇവനെയാണ് നമ്മൾ തട്ടാൻ പോകുന്നത്. നമ്മുടെ സായിപ്പിനെ തട്ടി സായിപ്പിനെ നമ്മൾ ഈ കൊച്ചുള്ളിയുടെ കൂടെ ഇട്ട് നല്ല രീതിയിൽ അവനെ അങ്ങോട്ട് വഴട്ടി എടുത്താൽ അന്ത് നല്ല രീതിക്ക് അങ്ങ് വഴട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അവരവിടെ ഇരുന്ന് വഴട്ടെ, നല്ല രീതിയിൽ വഴട്ടണം. അപ്പോൾ ഞാൻ ഇപ്പം കേൾക്കാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്വല്പം ഒന്ന് നമ്മൾ തീ കുറയ്ക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അല്പം ഒന്ന് തീ കുറച്ച് വെച്ച് നമുക്ക് വഴട്ടിയെടുക്കാം. അപ്പം അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കൊച്ചുള്ളിച്ചോറിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, ആദ്യമേ നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് അല്പം കടുക് ഇട്ട്, കടുക് ആവശ്യത്തിന് കൂടുതലിടണം. എങ്കിൽ കടുകാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്നാണ് ഞാൻ ഒന്നുകൂടി പറയട്ടെ. അപ്പോൾ അതിലേക്ക് നമ്മൾ കടുക് പൊട്ടി, എല്ലാ കടുകും പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇടണം. കൊച്ചുള്ളി ഇട്ടതിന് ശേഷം നമ്മൾ കൊച്ചുള്ളി നല്ല രീതിയിൽ